ബാക്ക്. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിരുന്നത് ഞങ്ങൾ തേക്കടിയിൽ എത്തി. അപ്പം ഇനി നമ്മൾ തേക്കടിയിൽ പെരിയാർ ടൈഗർ റിസർവ് ഇതിലോട്ടാണ് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുക. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി നമുക്ക് ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് നമ്മുടെ യാത്ര. അവിടെ എത്തിക്കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരാനും ബസ് ഉണ്ടാവും നമുക്ക്. എൻ്റെ നിച്ചുവിൻ്റെ ഫസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഇവിടേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എവിടെ നമ്മളിവിടെ എത്തി. മങ്കി നോക്ക് മരത്തെ കിടക്കുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒത്തിരി പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്ന ബസ്സിൽ വന്ന് ഇറങ്ങിയവരാണ്. ഓൾറെഡി ഒരു സെക്ഷൻ ബോട്ടിങ്ങിന് പോയത് കൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നിട്ടാണ് അടുത്ത ആൾക്കാർ പോവുള്ളൂ കേട്ടോ. ഞങ്ങൾ തവണ ബോട്ടിംഗ് ഒന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒക്കെ. അതേപോലെ ട്രക്കിംഗ് എന്ന് പറയുന്നത് 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ. ഞങ്ങൾ വരുന്നതിന് മുന്നേ ബോട്ടിങ്ങിന് പോയവരെല്ലാം തിരിച്ചെത്തി കേട്ടോ. 1 മണിക്കൂറോളം എടുക്കും ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്താൻ വേണ്ടി. ഇനി അടുത്ത ടീം ബോട്ടിങ്ങിന് പോവുകയാണ്. ഇവിടം കേരളത്തിലെ 2 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ മലനിരകൾ, അതേപോലെ തന്നെ വന്യജീവികളുടെ സാന്നിധ്യം, ആന, കാട്ടുപോത്ത്, കടുവകൾ, മാനുകൾ ഉൾപ്പെടുന്ന വന്യജീവി സമ്പത്ത്, വിവിധ തരം പക്ഷികൾ, സസ്യജാലങ്ങൾ, ചിത്രശലഭങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മൾ ഇന്ന് വന്ന സമയത്ത് വന്ന വഴിക്കൊന്നും നമുക്കൊന്നിനെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒത്തിരി കുരങ്ങുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല മഹാവികൃതികളായിട്ടുള്ള കുരങ്ങുകളാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോണ്ട് പോകും. എൻ്റെ കയ്യിൽ ബോട്ടിലുണ്ടായിരുന്നതൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ട്രെക്കിംഗ് ഉണ്ട്, ക്യാമ്പിംഗ് ഉണ്ട്, അതേപോലെ ബോട്ടിങ്, അങ്ങനെ ഒത്തിരി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എൻജോയ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. പിന്നെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിവിടെ സഞ്ചരിക്കാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പാടില്ല. കാരണം ഇതൊരു വന്യജീവി സങ്കേതം കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സുരക്ഷിതത്വം, സേഫ്റ്റിയും ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവിടുത്തെ കാലാവസ്ഥയും നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ അതേപോലെ നമുക്കൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനൊന്ന് റിഫ്രഷ് ആവാനൊക്കെ പറ്റുന്നൊരു പ്ലേസും കൂടിയാണ്. അപ്പോൾ നമ്മൾ തേക്കടിയിലാണ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് മെയിനായിട്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ട്രക്കിങ്, ഡ്രാഫ്റ്റിംഗ് ഒക്കെ. അത് പക്ഷേ 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് കിട്ടില്ല. സോ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ കാണാം. ഒരു നാച്ചുറൽ ഇതുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ് തേക്കടി. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ്. മലയെണ്ണാണ് കേട്ടോ ഇത്. പക്ഷേ ലൈറ്റ്സിൻ്റെ ഒരു ഗ്ലെയർ കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ്, നമുക്ക് പോകാനുള്ള ബസ് വന്നു. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പം 11 o'clock ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം റൂമിലെത്തിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്, നല്ലൊരു വൈബാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോയതാണ്. ഞാൻ മലയണ്ണാനെ കണ്ടിട്ടാണ് പോണത്. എപ്പോഴും എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. എപ്പോഴും എനിക്ക് കാണാൻ തോന്നിയിരുന്നു. ഐ എൻജോയ് ദിസ് പ്ലേസ്. ഇതൊരു നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. നല്ല അടിപൊളിയായിരുന്നു. ഐ ലവ് ദിസ് പ്ലേസ്. ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോകാൻ പോകണുള്ളൂ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കണ്ടപ്പോൾ നിച്ചുവിന് വോയിസ് ഓവർ കൊടുക്കണം എന്നായി. പിന്നെ നിച്ചുവിൻ്റെ വോയിസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ കിടക്കുക. ഇപ്പോൾ 10:30 ഒക്കെ നമുക്കൊരു 11 o'clock ആകുമ്പോഴേക്കും ചെക്ക് ഔട്ട് ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇന്നലെ വന്നപ്പം പിന്നെ തിരക്കിൻ്റെ ഇടയിൽ കാണിച്ചില്ല. സോ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത റൂം. അപ്പം നമ്മളിപ്പോൾ എവിടെയാ തേക്കടിയിൽ. അപ്പം ഞങ്ങൾ പുറത്ത് പോയി എത്തി. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. സോ നമ്മൾ ഇന്നലെ നൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എത്തിയതൊന്നും എടുത്തിട്ടില്ല. ആണ് നമ്മുടെ റൂം. അത് അവിടെ ഇരിക്കാനൊരു ചെയറും ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട്. ഇന്നലെ നൈറ്റ് ഞങ്ങളൊരു 7 o'clock ഒക്കെ ആയപ്പോൾ എത്തി. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അങ്ങോട്ട് പോയത് ഒരു 8:15 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഒരു 10:30 ആയപ്പോൾ റൂമിൽ തിരിച്ചെത്തി. ഇനി 11 o'clock ആകുമ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ, അടുത്ത സ്പോട്ടിൽ, അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. സോ ബൈ ബൈ പറ. തേനിയിലോട്ട് ഇവിടുന്ന് 63 kilometers ആണ്. തേക്കടിയിൽ നിന്ന് തേനിയിലോട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രേപ്പ് ഫാം കാണാനാണ്. അത് ഏകദേശം ഒരു ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അധികം ഡിസ്റ്റൻസ് തേക്കടിയിൽ നിന്ന് എടുക്കുന്നില്ല. ഒരു 15 to 19 kilometers ഒക്കെ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഗ്രേപ്പ് ഫാമിലോട്ട്. തെങ്ങുന്തോപ്പാണ്. ചെറിയ തെങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത്. വലിയ തെങ്ങ് മുറിക്കാനാകുമ്പോഴേക്കും ചെറിയ തെങ്ങൊക്കെ വളർന്ന് എത്രയാന്ന് വെച്ചേക്ക്. അത് ഞാനും എനിക്കൂടെ വെക്കാൻ പറ്റുന്നു. അത് കൊച്ചിനും കൂടി വേണം. നമ്മളൊരു ചെറിയ ഹാറ്റൊക്കെ വാങ്ങി. ഇച്ചുവിൻ്റെ ഹാറ്റ് കാണിക്കേ. ഇച്ചുവിനും അമ്മയ്ക്കും കൂടി ഒരു ഹാറ്റാണേ. നമ്മൾ വന്നത് മുന്തിരിത്തോപ്പ് കാണാനാണ് കേട്ടോ തേനിയിൽ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നേ.
നമുക്ക് ഈ മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രീ എൻട്രി ആണ്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എന്ത് രസമാണെന്ന് അറിയാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാനും കാണാനും. ആദ്യമായിട്ടാണ് മുന്തിരിത്തോപ്പ് ഇങ്ങനെ ഇത്രയും മുന്തിരി കൊലകളായിട്ട് കിടക്കുന്നതൊക്കെ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മളിപ്പം പരുന്തുംപാറ പോയി പിന്നെ തേക്കടി പോയി പിന്നെയാണ് ഈ മുന്തിരിത്തോപ്പിലോട്ട് വന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിൽ കൂടി എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയത് ഈ മുന്തിരിത്തോപ്പിലെത്തിയപ്പോഴാണ്. വേറൊരു വൈബാണ്. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മുന്തിരിത്തോപ്പ് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ കാണാനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു പ്ലേസാണ്. മുന്തിരി ഇങ്ങനെ കൊലയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് പറിക്കാനൊക്കെ തോന്നുമെങ്കിലും നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നിച്ചുവിനെ കാണുന്നില്ല. അമ്മേനെ ഇവിടെ നോക്കി നിച്ചോ മേലോട്ട്. നമ്മളിവിടുന്ന് ഫ്രഷ് ഓറഞ്ച് മുന്തിരി ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ്. ഗ്രേപ്പ് ജ്യൂസ്. ഇഷ്ടമായോ നിച്ചു? എമ്മിയാണോ? ഇന്ന് ഫ്രഷായിട്ട് ഉള്ള ഗ്രേപ്സാണ്. അതേപോലെ ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് ജ്യൂസും കിട്ടും കേട്ടോ. ഇവർ തന്നെ ഇവിടെ നിന്ന് ഫ്രഷായിട്ടുള്ള ഗ്രേപ്സ് എടുത്തിട്ട് നമുക്ക് ജ്യൂസാക്കി തരുന്നുണ്ട്. അതിലൊരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വാട്ടറോ അതേപോലെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നോർമലി ഉള്ള അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ജ്യൂസിലുള്ള. നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. അതേപോലെ ഫ്രഷായിട്ടുള്ള ഗ്രേപ്സ് ഇവിടെ സെയിൽ ചെയ്യുകയും ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഞങ്ങൾ തേനിയിലെ മുന്തിരിത്തോപ്പൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് തേക്കടിയിലെത്തി കേട്ടോ. വലിയ ഡിസ്റ്റൻസ് വരുന്നില്ല. നമ്മൾ തേക്കടി ടു ഗ്രേപ്പ് ഫാമിലോട്ട് തേനിയിലോട്ട് ഉള്ളേരിയയിലോട്ട് നമ്മൾ പോകുന്നില്ല. ഒരു ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു 19 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് തേക്കടിയിലെത്തി. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. കേരള മീൽസാണ് കഴിച്ചത്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. കയറിക്കേ. ഭയങ്കര ഭയങ്കര എൻ്റെ അമ്മേ. എന്നാ ഇതങ്ങോട്ട് വെച്ചോ. ഇതാണ് കോലാഹലം മേട്.